നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ആർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിന്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ ഡിസ്കഷൻ സീരീസിൽ നമ്മൾ ലിവിങ് ദ ഗോൾ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്യത്തിൽ ജീവിക്കുക. ഈ പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ളത് മഹാത്മാഗാന്ധിജി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നിന്ന് കടമെടുത്തതാണ്. പാത തന്നെയാണ് ലക്ഷ്യം. മഹാത്മാഗാന്ധിജി എപ്പോഴും പറയാറുണ്ടായിരുന്നു, മീൻസ് ആർ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ എൻഡ്സ്. നമ്മൾ എത്തിച്ചേരേണ്ട ലക്ഷ്യത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം, മീൻസ്, അതാണ് ഇമ്പോർട്ടൻ്റ്. കാരണം ലക്ഷ്യം എപ്പോഴും അവ്യക്തമാണ്, പക്ഷെ മീൻസ് ഉടനെ ഉള്ളതാണ്. ഇപ്പൊ രാജ്യത്തില് സമാധാനവും അക്രമരാഹിത്യവും സ്നേഹവും ഉണ്ടാവണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. അതിന് ലക്ഷ്യം യുട്ടോപ്യൻ സങ്കല്പം എന്ന് പറയും. സ്വർഗരാജ്യം പടുത്തുയർത്തണം. അതിനുപയോഗിക്കുന്ന മാർഗം എന്താണ്? ഞാൻ അക്രമമില്ലാത്ത ഒരാളായിരിക്കണം, ഞാൻ സ്നേഹം നിറഞ്ഞ ഒരാളായിരിക്കണം. അപ്പൊ ഞാൻ എന്നുള്ള ഈ വ്യക്തിത്വത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് തന്നെയല്ലേ സൊസൈറ്റിയിൽ വരുന്നത്. അത് ഈ മീൻസ് നമ്മുടെ കയ്യിലാണ്. അപ്പൊ ഇപ്പൊ വയലന്റ് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് നോൺ വയലൻസിലേക്ക് എത്തുക, സ്നേഹത്തിലേക്ക് എത്തുക? ഇതാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത്. അപ്പൊ നമ്മുടെ മാർഗത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ് സഹജ മാർഗം എന്ന് പറയുന്നത്. അപ്പൊ മഹാത്മാഗാന്ധിജിയാണ് ഒരുപക്ഷെ നമ്മുടെ ലോകത്തില് ഈ തരത്തിലുള്ള ഒരു സന്ദേശം ജീവിതത്തിൽ കാണിച്ചത്. നമ്മൾ പല തരത്തിലുള്ള നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു സ്പിരിച്വൽ ലക്ഷ്യം നമുക്ക് വേണം. സ്പിരിച്വൽ ലക്ഷ്യമില്ലാതെ പുറമേയുള്ള ഒരു ജീവിതത്തിന് അർത്ഥമില്ലാണ്ടേ മാറും. അതുപോലെ തന്നെ സ്പിരിച്വൽ ലക്ഷ്യം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ കാണിക്കണം. അതുകൊണ്ട് രാഷ്ട്രീയവും ആധ്യാത്മികവും സെപ്പറേറ്റ് അല്ലാന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സത്യാഗ്രഹം, അഹിംസ, സർവോദയം,
ഇങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഒരു കാര്യം മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ, സത്യത്തെ ആഗ്രഹിക്കുക. ഈശ്വരൻ സത്യമാണെന്ന് പറയുന്നേക്കാളും ഇമ്പോർട്ടൻറ്റ് സത്യമാണ് ഈശ്വരൻ എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. സ്നേഹസ്വരൂപനാണ് ഈശ്വരൻ. പൂർണ്ണമായിട്ടുള്ള സ്നേഹസ്വരൂപനായിട്ടുള്ള ഒരു വ്യക്തിത്വം, അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ട് സത്യസന്ധത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സത്യസന്ധത ഉണ്ടാവില്ല. നമുക്ക് സത്യസന്ധത പൂർണ്ണമായിട്ട് പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സ്നേഹത്തിൽ ഉയർന്നിട്ടുണ്ടാവും. നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥത വരുമ്പോൾ, സെൽഫിഷ്നെസ് വരുമ്പോൾ സ്നേഹം അത്രയും കുറയും. അപ്പൊ നമുക്ക് ആ ഭാഗത്ത് സത്യസന്ധത കാണിക്കാൻ പറ്റില്ല. നമ്മൾ ചെറുതായിട്ട് നമ്മളെ മറച്ചു വെക്കുന്നു, നമ്മൾ കളവ് കാണിക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യം മറച്ചു വെക്കുമ്പോൾ അത് സത്യസന്ധത ഇല്ലാത്തൊരവസ്ഥയാവുന്നു, സ്നേഹമില്ലാത്തൊരവസ്ഥയും മാറും. അപ്പൊ ഈ യാത്രയിൽ നമ്മൾ ഉയരുമ്പോൾ സ്നേഹത്തിൽ വേണം ഉയരാൻ എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം സ്നേഹത്തിലേക്ക് എത്തുകയാണ് ആണെങ്കിൽ നമ്മുടെ യാത്രയിലും സ്നേഹം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതിനാണ് അഹിംസ എന്ന് പറയുന്നത്. ഹിംസ ഇല്ലാത്തൊരവസ്ഥയാണ് പരിപൂർണമായിട്ടുള്ള സ്നേഹം. രണ്ടും ഈക്വലന്റ് ആണ്. സ്നേഹത്തെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല, പക്ഷെ അഹിംസയെ നമുക്ക് നിർവചിക്കാൻ പറ്റും. മനസ്സിലും വാക്കിലും പ്രവർത്തികളും ഒന്നും ഹിംസയില്ല. സഹജമാർഗത്തിലെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ നമുക്ക് ഇത് പഠിപ്പിച്ചു തരുന്നു. എങ്ങനെയാണ് ഹിംസ ഇല്ലാതെ സംസാരിക്കുക, ഹിംസ ഇല്ലാണ്ട് എങ്ങനെ ചിന്തിക്കുക. അതാണ് സഹജമാർഗത്തിലെ ട്രെയിനിങ് പ്രോഗ്രാം തന്നെ. ഹിംസ ഇല്ലാത്ത ജീവിതം. ദാജി ഇപ്പോൾ തന്നിട്ടുള്ള മെസ്സേജ് കഴിഞ്ഞ സെഷനിൽ ഞാൻ ഷെയർ ചെയ്യണ്ടായി. നിങ്ങൾ ആ സ്നേഹത്തിൽ ജീവിക്കൂ, സ്നേഹത്തെ പ്രകടിപ്പിക്കൂ. പാർഷ്യൽ അറ്റംപ്റ്റ്സിന് ഇത് കാര്യമില്ല, 100% നിങ്ങൾ പ്രകടിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അഹിംസയിൽ നമ്മൾ നിലകൊള്ളിട്ടുണ്ടാവും. അത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് മഹാത്മാഗാന്ധിജി മനസ്സിലാക്കി. അപ്പൊ എവിടെയൊക്കെ ഹിംസ കാണുന്നു, ഹിംസ ഉണ്ടെന്ന് തോന്നുന്നു, അതൊക്കെ തൻ്റെ കഴിവുകേടായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു തത്വം നമ്മൾ കൂടുതൽ കൂടുതൽ അഹിംസയിൽ ഉയരുമ്പോൾ, സ്നേഹത്തിൽ ഉയരുമ്പോൾ നമ്മൾ ലോകത്തിൽ എന്താണ് കാണേണ്ടത്? ലോകത്തിൽ എവിടെയെങ്കിലും എനിക്ക് പൂർണ്ണത കാണുന്നില്ലെങ്കിൽ അവിടെ കറക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കാൻ തോന്നും. സർവോദയം, എല്ലാവരുടെയും ഉദയം. ആദ്യം തന്നെ എൻ്റെ ശരീരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഉദയം വേണം. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു, മെഡിറ്റേഷൻ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ ശരീരത്തിലെ ഓരോ കോശങ്ങളും ആ സ്നേഹത്തിൽ വൈബ്രേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ എൻ്റെ മെഡിറ്റേഷൻ പൂർണ്ണമാവുള്ളൂ. ഒരു ശരിയായിട്ടുള്ള യോഗിയുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും മോക്ഷം ലഭിക്കുന്നു എന്നാണ് ബാബുജി മഹാരാജ്. കംപ്ലീറ്റ് മോക്ഷം ലഭിക്കുന്നു. പിന്നെ അടുത്തുള്ള പ്രാണികൾക്ക് കൂടിയും ലിബറേഷൻ കിട്ടുന്നതാണ്. ഇൻസെക്ട്സ്, കൊതു, പുഴു, എന്തായാലും ഇവിടുത്തെ മുറിയായാലും ചെടികളെ എല്ലാത്തിനും ആ മോക്ഷമാർഗത്തിലേക്ക് കണക്ഷൻ ലഭിക്കുന്നു. കാരണം അത്ര റേഡിയേഷനാണ് അവിടെ കാണുന്ന സ്നേഹം. പ്രകാശം ഉള്ള സ്ഥലത്ത് അന്ധകാരം ഉണ്ടാവില്ല. അപ്പൊ സർവോദയം എന്നുള്ളത് നമ്മുടെ നാച്ചുറൽ സ്വഭാവമായിട്ട് മാറും. നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതിന് ശ്രമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി എല്ലാവരെയും നന്മയ്ക്കായിട്ട് തീർച്ചയായിട്ടും പ്രവർത്തിക്കും. എനിക്ക് ഈ ജീവിതം തന്നത് അദ്ദേഹത്തിന്റെ ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ്, അദ്ദേഹത്തെ പ്രകടിപ്പിക്കാനാണ്, സ്നേഹം പ്രകടിപ്പിക്കാനാണ്. അപ്പോൾ അങ്ങനെ വ്യക്തിക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുക? സ്നേഹത്തിന്റെ മാധ്യമമാവാനേ പറ്റും. അപ്പൊ ചെല്ലുന്നിടത്തെല്ലാം എവിടെയെല്ലാം അന്ധകാരം അതെല്ലാം മാറണം, മാറിയിട്ടുണ്ടാവും. അങ്ങനെ മാറുന്നില്ലെങ്കിൽ എവിടെയാണ് ന്യൂനത? എൻ്റെ ഉള്ളിലാണ്. എനിക്ക് കറക്ഷൻ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ നമ്മൾ ക്രമേണ 10ാമത്തെ മാക്സിമിലേക്ക് കടക്കുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ അവയെ പശ്ചാത്തപിക്കുക, വിനയാന്വിതയെ മാപ്പിരക്കുകയും ഇനി ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ച് നമ്മൾ അടുത്ത ദിവസം രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. രാത്രി കിടക്കുന്നതിന് മുമ്പേ ലാസ്റ്റ് ചെയ്യുന്ന എന്താണ്? അന്ന് ചെയ്ത കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തിയിലും എല്ലാം വരുന്നുണ്ട്. അതിന്റെ ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ ഒരു കട അടയ്ക്കുമ്പോൾ അന്നത്തെ ക്രെഡിറ്റ് ഡെബിറ്റ് ബാലൻസ് നോക്കും. ഇന്നത്തെ ബാലൻസ് ലാഭമാണോ നഷ്ടമാണോ? അതുപോലെ എൻ്റെ ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ലാഭമാണോ നഷ്ടമാണോ? ലാഭം എന്താണ്? ഞാൻ ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ അനുവദിച്ചു. നഷ്ടം എന്താണ്? ഞാൻ ഈഗോ പ്രകടിപ്പിച്ചു. ഇത് തമ്മിലൊരു ബാലൻസ്. മഹാഭാരത യുദ്ധന്മാര് കൗരവന്മാരാണ് ജയിച്ചത്, പാണ്ഡവന്മാരാണ് ജയിച്ചത്. അപ്പൊ ആ ഒരു ക്രെഡിറ്റ് ഡെബിറ്റ് ബാലൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മുഴച്ചു നിൽക്കുന്ന ചില അപരാധങ്ങളുണ്ട്.
നമുക്ക് കുറ്റബോധം തോന്നുന്ന ചില അപരാധങ്ങൾ, ആരോടും പറയാൻ പറ്റാത്ത കാര്യം, കാലാകാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ, ഗിൽട്ട് മാഞ്ഞു പോകുന്നില്ല. ചെയ്യേണ്ട കാര്യം ചെയ്യാൻ പറ്റിയില്ല, ചെയ്യേണ്ടാത്ത കാര്യമൊക്കെ ചെയ്തു. കുറ്റബോധം എനിക്ക് എടുത്തു കളയാൻ സാധിക്കുന്നില്ല, വേറെ ആർക്കും എടുത്തു കളയാനും പറ്റില്ല. സാരില്ല സാരില്ല എന്നൊക്കെ പറയാം, പക്ഷെ ചിലത് നമുക്ക് പറയാനും പറ്റില്ല, പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. ആ കുറ്റബോധം എന്ത് ചെയ്യും? മഹാത്മാഗാന്ധിജി തന്റെ അച്ഛന്റെ മുമ്പിൽ കൺഫെഷൻ ലെറ്റർ കൊടുത്ത കഥയുണ്ട്. ഞാൻ പൈസ മോഷ്ടിച്ചു, മാംസം തിന്നു, അതുപോലെ തന്നെ സിഗരറ്റ് വലിച്ചു, എനിക്ക് എന്ത് പണിഷ്മെന്റ് എന്നാലും ഞാൻ സ്വീകരിക്കാം. അപ്പൊ അച്ഛന്റെ കണ്ണിന്ന് കണ്ണുനീര് വന്നു, എന്റെ പാപങ്ങളെല്ലാം കഴുകിപ്പോയി എന്നാണ് മഹാത്മാഗാന്ധി. പക്ഷെ ചിലപ്പോൾ എല്ലാം നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. ആരോടാ നമ്മൾ പറയുക? ആ പറയേണ്ട ആള് നമ്മുടെ മുമ്പിലില്ല. അപ്പൊ നമ്മൾ ആരോടാണ് സംബന്ധം നടത്തുന്നത്? നമ്മൾ ഈശ്വരനോട്, സർവേശ്വരനോട്, ഈശ്വര, ഞാൻ അങ്ങയെ അറിഞ്ഞിട്ടില്ല, അങ്ങ് പൂർണ്ണ സ്നേഹമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അറിഞ്ഞോ അറിയാതെയോ പലതും ചെയ്യുന്നുണ്ട്, എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയില്ല. ഞാൻ പലപ്പോഴും അഹംബോധത്തിന് വീണുപോയി. അപ്പൊ ഈ അപരാധത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അത് മാത്രമല്ല, ഇനി ഇത് ആവർത്തിക്കില്ല, ഇത് ഇനി ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിച്ച് ശരണാഗതനായി മാപ്പിരക്കുക എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. ആവർത്തിക്കരുത്, അപ്പോഴേ അത് ശരിക്കുള്ള കൺഫെഷൻ ആവും. നമ്മൾ തീരുമാനിക്കുകയാണ്, ഞാൻ ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി എൻ്റെ ജീവിതത്തിൽ ഏതൊരു ഒക്കേഷൻ വന്നാലും ഞാൻ സ്നേഹം തന്നെ മാനിഫെസ്റ്റ് ചെയ്യും. ഞാൻ ഭക്തി സ്നേഹഭാവങ്ങൾ പ്രകടിപ്പിക്കും. 9ാമത്തെ പ്രമാണം അതല്ലേ പറയുന്നത്? ഭക്തി സ്നേഹഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയിൽ ജീവിതം മാറ്റിയെടുക്കണം എന്നാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യും. തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിലുള്ള ന്യൂനതകൾ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ നാളെ തൊട്ടിട്ട് അങ്ങനെ ആവില്ല. അപ്പൊ അത് ചെയ്യാനും പാടില്ല, കറക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരിക്കലും നമുക്ക് പൂർണ്ണ സ്നേഹമായി മാറാൻ സാധിക്കില്ല, അസാധ്യമായിട്ടുള്ള കാര്യമാണെന്ന് വിസ്പേഴ്സ് ഫ്രം ദി ബ്രൈറ്റ് വേൾഡ് മാസ്റ്റേഴ്സ് പറയുന്നത്. നിങ്ങൾ ആ പൂർണ്ണ സ്നേഹം നിങ്ങളുടെ ശരീരത്തിലൂടെ പാസ് ചെയ്ത് നിങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ശരീരം തന്നെ ഇല്ല, ശരീരം ഇല്ല, ഈശ്വരന്റെ ശരീരം ഇല്ലല്ലോ. ശരീരത്തിൽ എങ്ങനെയാണ് ഇത് ഇത്ര ഹൈ വോൾട്ടേജ്? ഇപ്പോൾ ഒരു ജനറേറ്ററിലെ പൂർണ്ണമായിട്ട് വോൾട്ടേജ് പുറത്തേക്ക് പ്രകടമാക്കുന്ന ഒരു ബൾബ് കിട്ടുമോ? ഒരിക്കലും പറ്റില്ല. പക്ഷേ നമ്മൾ അത് കാണണം. ശരീരത്തിനുള്ളിൽ ആ പൂർണ്ണ സ്നേഹത്തിനെ, ആ ഫയറിനെ കത്തിജ്വലിക്കാൻ അനുവദിക്കണം, അത് പുറത്തേക്ക് പ്രവഹിക്കാൻ നമ്മൾ അനുവദിക്കണം. നമ്മൾ അതിൽ അനുഭവിക്കുന്ന വേദന എന്ന് പറയാൻ പറ്റില്ല, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ടും ആനന്ദമായിട്ട് മാറും. ഇപ്പോൾ 10ാമത്തെ പ്രമാണത്തേക്ക് നമുക്ക് പതുക്കെ കിടക്കാം. അടുത്ത സെഷനുകളിൽ നമ്മൾ 10ാമത്തെ പ്രമാണത്തെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.